നമസ്കാരം. എൻ്റെ പേര് അനിത. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഗായത്രി നമ്പർ 1 ഫുഡ് പ്രോഡക്ട്സ്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് 2019 അപ്പോൾ എൻ്റെ സ്ഥാപനത്തെക്കുറിച്ചൊന്ന് കാണിച്ചിട്ട് എൻ്റെ വീടിനോട് ചേർന്നാണ് എൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റുകൾ ആൾക്കാർ കയറി വരുമ്പോൾ കാണത്തക്ക രീതിയിൽ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ചക്കവറ്റൽ, ചിപ്സ്, അച്ചാറുകൾ, മുളക് പൊടി, പല തരത്തിലുള്ള മുളക് പൊടികൾ, അരിപ്പൊടികൾ, ചമ്മന്തിപ്പൊടി, തേങ്ങ വറുത്തത്, അങ്ങനെ എല്ലാം മിക്ക മഞ്ഞൾപ്പൊടി, എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട്. ഇതാണ് എൻ്റെ മെയിൻ പ്രോഡക്റ്റുകൾ. ഇത് നമ്മുടെ കുടുംബശ്രീയുടെ കൺസോഷ്യമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒരു 16 യൂണിറ്റുകൾ ചേർന്ന് ഞങ്ങളൊരു കൺസോഷ്യം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കറി പൗഡറിൻ്റെ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ജില്ലാ മിഷനും സ്റ്റേറ്റ് മിഷനും കൂടെ ചേർന്നിട്ട് അതിൻ്റെ കവറുകൾ ബ്രാൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്ത് വിപണിയിലേക്ക് ഇറക്കി അതിൻ്റെ ബാലൻസ് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സാണിത്. ഇത് നമ്മുടെ GST നമ്പർ, FSSI നമ്പർ. ഇത് നമ്മൾ തുടങ്ങിയ സമയത്ത് ഉള്ള മെഷീനറികളാണ്. തുടക്കത്തിൽ ഈ 4-5 മെഷീനറികളുമായിട്ടാണ് ഞാൻ എൻ്റെ സ്ഥാപനം തുടങ്ങിയത്. അതിനുശേഷം ഞാൻ കുടുംബശ്രീ കൺസോഷ്യത്തിലേക്ക് കൂടെ വന്നപ്പോഴത്തേന് നമ്മൾക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള മെഷീനറികൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെ വേണം SOP പ്രകാരം സെറ്റ് ചെയ്തെങ്കിലേ കൺസോഷ്യത്തിൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ പുതിയ മെഷീനറികൾ വെച്ച് ഇത് അരി, ഗോതമ്പ് അങ്ങനെയുള്ള ഐറ്റംസ് പൊടിക്കാനുള്ള മെഷീനറി. ഇവിടെ മസാലകൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ പൊടികളെല്ലാം ആറാൻ വേണ്ടിയിട്ടുള്ള കൂളിംഗ് ട്രേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെഷീനറികളെല്ലാം കൂടിയപ്പോഴത്തേന് അതിൻ്റേതായ രീതിയിൽ തന്നെ നമുക്ക് ആ വൈദ്യുതിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന പാനൽ ബോർഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തെടുത്തതാണിത്. ഇത് നമ്മുടെ റോസ്റ്റർ മെഷീൻ, അത് ഗ്യാസിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ പാക്കിംഗ് റൂമും ഫിനിഷ്ഡ് ഗുഡ്സ് വയ്ക്കുന്ന റൂമും. ഇവിടെയാണ് നമ്മുടെ പാക്ക് ചെയ്ത എല്ലാ സംഭവങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ മെഷീനറീസ്. ഇത് നമ്മുടെ ബാൻഡ് സീലർ, ഇത് സ്ക്രാപ്പർ, ഡബിൾ ഹെഡിൻ്റെ സ്ക്രാപ്പർ, അത് ചട്നി ഗ്രൈൻഡർ, ഇത് ഗ്രൈൻഡർ, ഇത് സീലിംഗ് മെഷീൻ, ഇത് വെജിറ്റബിൾ കട്ടർ, അത് ഗാർലിക് പീലർ. ഇത് നമ്മുടെ ചിപ്സ് യൂണിറ്റ്. അപ്പം ഞാൻ ആദ്യം തുടക്കത്തിൽ കൈകൊണ്ട് അരിഞ്ഞായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളതിൻ്റെ മെഷീനറി എല്ലാം മേടിച്ച് അതിൻ്റെ അടുപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ ചെയ്തു വരും. ഇതിപ്പോൾ നമ്മൾ കൺസോഷ്യത്തിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റീമഡ് പുട്ടുപൊടിയും റോസ്റ്റഡ് അരിപ്പൊടിയും ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ മെഷീൻ എടുത്തതാണ്. ഇത് തീയിലും ഗ്യാസിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ വുഡിൻ്റെ മാത്രം, തീയിൽ മാത്രം ചെയ്യുന്ന റോസ്റ്ററാണ്. ഇത് ആദ്യമേ തുടക്കം മുതലേ ഉള്ള റോസ്റ്റർ. ഇത് തീയിലാണ് ഇത് ഫുള്ള് പ്രവർത്തിക്കുന്നത്. ഇതാണ്